നമസ്കാരം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോ ചൈനീസ് നൂഡിൽസ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷെസ്വാൻ നൂഡിൽസ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായി ഷെസ്വാൻ നൂഡിൽസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഷെസ്വാൻ സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ സോസ് അല്പം കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. അതിനായിട്ട് ഞാനിവിടെ 60 ഗ്രാം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിൽ പകുതി 30 ഗ്രാം സാധാരണ ഉണക്കമുളകും 30 ഗ്രാം കാശ്മീരി ഉണക്കമുളകുമാണ്. എണ്ണത്തിൽ പറയുവാണെങ്കിൽ 30 സാധാരണ ഉണക്കമുളകും 15 കാശ്മീരി ഉണക്കമുളകും. കാശ്മീരി ഉണക്കമുളക് അല്പം വലുതാണ്, അതുകൊണ്ട് 15 എണ്ണം മതി. സോസിൻ്റെ എരിവ് അല്പം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നല്ല റെഡ് കളർ കിട്ടുന്നതിനും വേണ്ടിയാണ് പകുതി കാശ്മീരി ഉണക്കമുളക് എടുത്തിരിക്കുന്നത്. കാശ്മീരി ഉണക്കമുളകിന് എരിവ് കുറവും കളറ് കൂടുതലുമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് ഏതെങ്കിലും ഒരു മുളകോ അല്ലെങ്കിൽ രണ്ടും പകുതിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് ഏകദേശം അരമണിക്കൂർ നേരം കുതിർക്കാനിടുക. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് എല്ലാ മുളകും വെള്ളത്തിൽ നന്നായിട്ട് കുതിർന്നുവെന്ന് ഉറപ്പുവരുത്തുക. അരമണിക്കൂറിന് ശേഷം ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ആവശ്യമെങ്കിൽ അല്പം വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ 1 കപ്പ് ചില്ലി പേസ്റ്റ് കിട്ടും. 250 ഗ്രാമോളം ഉണ്ടാവും. ഇനി ഒരു പാനിൽ 1/2 കപ്പ് ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ചൂടാക്കുക. വെളിച്ചെണ്ണ ഇതിനായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 1/4 കപ്പ് ഇഞ്ചി, അതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 1/2 കപ്പ് വെളുത്തുള്ളി, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത 1/4 കപ്പ് സെലറി ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് നേരം ഇളക്കുക. പിന്നീട് ഇതുപോലെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ നേരത്തെ അരച്ചു വെച്ച ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ചേർത്ത് ഈ ചില്ലി പേസ്റ്റിനെയും പച്ചച്ചുവയൊന്ന് മാറുന്നതിനായിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഒരു അടപ്പ് കൊണ്ട് അടച്ച് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 7-8 മിനിറ്റ് നേരം വേവിക്കുക. ഇടയ്ക്ക് 1-2 തവണ ഒന്ന് തുറന്ന് ഇളക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് നേരം കൂടി തുറന്നു വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. ഇതാണ് റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്ന നൂഡിൽസ്. ഇത് സാധാരണ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായി കടയിൽ നിന്നും വാങ്ങുന്ന ഇതുപോലുള്ള ചെറിയ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിനേക്കാളും അല്പം വലുതായിരിക്കും. പക്ഷേ നമുക്കിന്ന് ആവശ്യം ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ആണ്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ഞാനിന്നിവിടെ 2 പേർക്ക് സെർവ് ചെയ്യാനുള്ള നൂഡിൽസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇതുപോലുള്ള 200 ഗ്രാം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസാണ് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് 1.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് എണ്ണ ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. പിന്നീട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നൂഡിൽസ് ചേർക്കുക. 1 മിനിറ്റ് നേരം അത് ഇളക്കാതെ അങ്ങനെ തന്നെ വയ്ക്കുക. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. 1 മിനിറ്റിന് ശേഷം ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കിയിടുക. ഓരോ ബ്രാൻഡ് നൂഡിൽസിൻ്റെയും കുക്കിംഗ് സമയത്തിൽ വ്യത്യാസമുണ്ടാകും. അതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് അതിൻ്റെ കുക്കിംഗ് സമയം എഴുതിയിട്ടുണ്ടാവും. അത്രയും സമയമാണ് നമ്മൾ ഇതുപോലെ നല്ല തിളച്ച ചൂടുവെള്ളത്തിലിട്ട് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കിയിട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത് ഒരു അരിപ്പയിലോ മറ്റോ ഇട്ട് നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുക. പിന്നീട് വെള്ളം ഊറ്റിക്കളഞ്ഞ നൂഡിൽസിന് മുകളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നൂഡിൽസ് പരസ്പരം ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാനാണ് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് എണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ നൂഡിൽസ് ചൂടൊന്ന് കുറയുന്നതിനായി മാറ്റിവെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസിന് ആവശ്യമായ വെജിറ്റബിൾസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്പം കാബേജ് നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഞാനിവിടെ 3 കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭ്യമായത് ഉപയോഗിച്ചാൽ മതി. ബീൻസ് നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയൻ വൈറ്റ്, സ്പ്രിംഗ് ഒനിയൻ്റെ ചുവട്ടിലുള്ള വെളുത്ത ഭാഗം,
ഏതെല്ലാം വെജിറ്റബിൾസ് വേണമെന്നുള്ളതും അതിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഗാർണിഷ് ചെയ്യുന്നതിനായി സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻസ്, അതായത് സ്പ്രിംഗ് ഒനിയൻ്റെ തണ്ട് ചോപ്പ് ചെയ്തത് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാം. അതിനായി ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൈനീസ് കുക്കിംഗ് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നേരത്തെ തയ്യാറാക്കി അടുത്ത് വയ്ക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുക. വളരെ പെട്ടെന്നൊന്ന് ഇളക്കിയ ശേഷം ഉടൻ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർക്കുക. ഇനി ഇത് ഏകദേശം 1 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇത് നമ്മുടെ സാധാരണ ട്രഡീഷണൽ കുക്കിംഗ് പോലെ പൂർണ്ണമായിട്ടും വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോൺ വെജ് എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം സ്ക്രാമ്പിൾ ചെയ്തെടുത്ത മുട്ട ചേർക്കുകയാണ്. നിങ്ങൾക്ക് ചിക്കൻ നൂഡിൽസാണ് വേണ്ടതെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ചോപ്പ് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബീഫും പ്രോൺസും ഒക്കെ വേവിച്ച ശേഷം ചോപ്പ് ചെയ്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. 10-15 സെക്കൻഡ് നേരം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷെസ്വാൻ സോസ്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടുതൽ ഷെസ്വാൻ സോസ് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഷെസ്വാൻ സോസും ഉപയോഗിക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ സോയ് സോസ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഉടൻ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ഇതിലേക്ക് ചേർക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്പം സ്പ്രിംഗ് ഒനിയൻ ഗ്രീൻസ്. ഇനി തീ വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ അല്പം ചേർക്കാം. ചില സോയ് സോസിനകത്ത് ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൈനീസ് ഡിഷസായ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഷെസ്വാൻ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നൂഡിൽസ് എപ്പോഴും ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ഷെസ്വാൻ സോസ് ഉണ്ടാക്കി ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരിക്കൽ കുറച്ച് സോസ് കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് ഫ്രൈഡ് റൈസോ നൂഡിൽസോ ഒക്കെ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.